അല്ലേ? വിഷു, അക്ഷയ തൃതീയ തുടങ്ങി ഉത്സവ സീസണിൽ സ്വർണ്ണവില ഇങ്ങനെ കൂടുമ്പോൾ ജ്വല്ലറി ഉടമകൾക്ക് എന്താണ് പറയാനുള്ളത്? അവർക്കും കച്ചവടം നടക്കണമല്ലോ. അവരിലേക്ക് പോവുകയാണ് സുനിഷ യെല്ലൂർ. 70,000 കടന്ന് സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുകയാണ്. സാധാരണ രീതിയിൽ വിഷുവും അക്ഷയതൃതീയവും ഒക്കെ ആകുമ്പോൾ ജ്വല്ലറികളിൽ നല്ല തിരക്കാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഈ റേറ്റ് ഇനി ഏതെങ്കിലും തരത്തിൽ അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം രാജകുമാരിയിലാണ്. ചേട്ടാ, അങ്ങനെ റേറ്റ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരനെ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിനനുസരിച്ചുള്ള കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് അത്തരക്കാർ ഉള്ള ബിസിനസ് നടക്കുന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വിഷു ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അക്ഷയതൃതീയൊക്കെ ആകുമ്പോൾ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാൻ എത്തുമല്ലോ. അപ്പോൾ ഈ പെട്ടെന്നൊരു 70,000 പറയുമ്പോൾ എന്തായാലും ആളുകളുടെ നെഞ്ചിലൊരു തീ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഈ സ്വർണ്ണത്തിൻ്റെ അളവുകളിൽ, വാങ്ങുന്ന അളവുകളിൽ മാറ്റമുണ്ട്. അതിൽ കാര്യമായൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ വിവാഹങ്ങളിൽ വന്നുകൊണ്ടിരുന്ന 50, 100 എന്നുള്ളൊക്കെ കണക്കുകൾക്കപ്പുറം ഇപ്പോൾ അതിനൊരു 25, 20 എന്നുള്ള നിലയ്ക്ക് 50-ന് താഴേക്കുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. 50-ന് താഴേക്ക് ഏകദേശം ഒരു 3 പവൻ മുതലൊക്കെയാണ് ഇപ്പോൾ വെഡ്ഡിങ് സെറ്റുകൾ തുടങ്ങി പിന്നെ മുകളിലോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അളവുകളിൽ നിന്ന് കാര്യമായൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. കല്യാണത്തിനൊക്കെ ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ റേറ്റിനാണല്ലോ ഇത് കൊടുക്കുക. അപ്പോൾ അത് പിന്നീട് ഇങ്ങനെ ഒരു വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ, ഈ വില കൂടുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ജ്വല്ലറിക്കുണ്ട്. ജ്വല്ലറികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കൂടി നമ്മൾ അതിജീവിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വലിയ ഒരു വിലക്കയറ്റം അത്തരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ നമുക്കത് മാനേജ് ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. 70,160 സ്വർണ്ണവില നിൽക്കുന്നത്. എന്നാൽ പണിക്കൂലി ഉൾപ്പെടെയൊക്കെ വരുന്ന സമയത്ത് ഏകദേശം 74,500 വരുന്ന തരത്തിലേക്ക് ആവുന്നുണ്ട്. കസ്റ്റമേഴ്സ് ഇങ്ങനെ സ്വർണ്ണം എടുക്കുമ്പോൾ അയ്യോ എന്ന് പറയേണ്ട ഇത് വരാറുണ്ട് എന്നാണ്. അത്തരം സാഹചര്യങ്ങളൊക്കെ വെറും സാഹചര്യങ്ങളൊക്കെ അത്രയും വളരെ ആഗ്രഹിച്ച്, പ്രത്യേകിച്ച് അക്ഷയ തൃതീയ, വിഷു സമയങ്ങളൊക്കെ വളരെയേറെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ സ്വർണ്ണവില ഇടയ്ക്ക് വെച്ചൊന്ന് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലിരിക്കുമ്പോൾ പിന്നെ വീണ്ടും ഒരു വർധനമാണ് വന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് എത്തുന്ന ആളുകളുടെ തിരക്ക് കുറഞ്ഞിട്ടില്ല, പക്ഷെ വാങ്ങുന്ന അളവ് വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ്. കസ്റ്റമറിൻ്റെ എണ്ണത്തിൽ അങ്ങനെ കാര്യമായ കുറവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതാണ്, അതായത് സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങുന്ന അളവ്, നേരത്തെ ഇപ്പോൾ 100 പവൻ വാങ്ങിയത് ചിലപ്പോൾ 50, 80 ഒക്കെ വാങ്ങുന്ന ആളുകളായിരിക്കും. പക്ഷേ ആളുകളുടെ തിരക്കിലോ അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിലോ ഒന്നും കുറവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സുനിഷ, എന്നാലും കടക്കാർക്ക് കൊണ്ട് അവരുടെ ധർമ്മസങ്കടം. അപ്പോൾ പൊന്ന് വാങ്ങേണ്ടെന്ന് വെച്ചാലോ എന്ന് കരുതിയാൽ അവർക്ക് കച്ചവടം നടക്കണ്ടേ? പിന്നെ അതുപോലെ പൊന്നണിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ?